പ്രിയപ്പെട്ടവരെ, കക്കോടിന്റെ ദേശീയ ഉത്സവമായ ഗ്രാമോത്സവം 2013 ഏവർക്കും സ്വാഗതം. അതിനു മുമ്പ് കക്കോടിന്റെ ഒരു ചരിത്രത്തിലേക്ക് നമുക്ക് അല്പനേരം സഞ്ചരിക്കാം. ഈ വായനശാലയും മറ്റും വരുന്നതിനും വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാലം. ഇന്നത്തെ തലമുറയ്ക്ക് ചിന്തിക്കുവാനോ എന്തിന് ഒന്ന് സ്വപ്നം കാണുവാനോ പോലും കഴിയാത്തൊരു കാലഘട്ടമുണ്ടായിരുന്നു. കളർ ടിവിക്കും കമ്പ്യൂട്ടറിനും മുമ്പുള്ള ഒരു കാലഘട്ടം. ഇടവപ്പാതയിൽ തകർത്തു പെയ്യുന്ന മഴയിൽ ഒരു കൈയിൽ പുസ്തകവും കഞ്ഞിപ്പാത്രവും മറുകൈയിൽ വാഴയിലയോ ചേമ്പുലയോ തലയിൽ ചൂടി കുത്തിയൊലിച്ചു വരുന്ന മഴവെള്ളത്തിൽ ചാടിക്കളിച്ച് നനഞ്ഞ് കുതിർന്ന് പള്ളിക്കൂടത്തിന്റെ വരാന്തയിൽ ഓടിക്കയറുന്ന ബാല്യങ്ങൾ. ആകെയുള്ള യൂണിഫോം അതും ചിലർക്കു മാത്രം. നനഞ്ഞെങ്കിലും അറിവ് തേടി വരുന്ന കുരുന്നുകൾക്ക് ആ മഴക്കാലം ഉത്സവമായിരുന്നു. പഴങ്കഥകളും ചൊല്ലുകളും മടിയിലിരുത്തി പറഞ്ഞുകൊടുക്കുന്ന മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും, പാടത്തും പറമ്പിലും മഴയെന്നോ വെയിലെന്നോ നോക്കാതെ പണിയെടുക്കുന്ന കർഷകർ, നേരും നെറിയും മാത്രം കൈമുതലായുള്ള കച്ചവടക്കാർ, അപൂർവമായ സർക്കാർ ജീവനക്കാർ, ജനസേവനമാണ് രാഷ്ട്രീയം എന്ന് ചിന്തിച്ചിരുന്ന സാധാരണ രാഷ്ട്രീയക്കാർ, മീനച്ചൂടിനെ വകവയ്ക്കാതെ മാവിലെറിഞ്ഞു മാമ്പഴം വീഴ്ത്തിയും പറങ്കിമാവിൻ പഴം കടിച്ചു പറിച്ചും കല്ലടയാറ്റിൽ മുങ്ങാങ്കുഴിയിട്ടും
കാട്ടിൽ കയറി ആട്ടിൻപാൽ വായിലേക്ക് കറന്നൊഴിച്ചും മണൽ നിറഞ്ഞ ആറിന്റെ മധ്യഭാഗത്ത് പന്ത് കളിച്ചും കിളിത്തട്ട് കളിച്ചും ഒരുമിച്ച് ഉദയാസ്തമയങ്ങളിൽ ചേരുകയും പിരിയുകയും ചെയ്ത കൗമാരങ്ങൾ. ആപ്പിളും ട്വിറ്ററും ഫേസ്ബുക്കും പോയിട്ട് ഒരു കാൽപന്ത് കളി ടിവിയിൽ കാണാൻ മൈലുകളോളം ചൂട്ടുമായി നടക്കുന്ന യൗവനങ്ങൾ. കുടുംബാംഗങ്ങളുമായൊത്ത് അകലെയുള്ള ക്ഷേത്രങ്ങളിലും പള്ളിയിലും ഉത്സവം കണ്ട് ബലൂണുകൾ വാങ്ങിക്കൂട്ടുന്നവർ. അവർക്ക് ഉത്സവങ്ങളും ഘോഷയാത്രകളും ഓണവും വിഷുവും പെരുന്നാളും ക്രിസ്മസുമെല്ലാം ഒരുമിച്ചുള്ള ആഘോഷങ്ങൾ. പൊട്ടിപ്പൊളിഞ്ഞ് പൊടിപടലങ്ങൾ പാറുന്ന റോഡുകളും ഇടവഴികളും പത്തലും ആടലോടവും കൊണ്ട് വേർതിരിക്കുന്ന മതിലുകളും കണ്ണത്ത ദൂരത്തോളം പടർന്നു കിടക്കുന്ന വയലേലകളും. തവളപിടുത്തവും വരാലിനെ വെട്ടിപ്പിടിക്കുന്നതും രാത്രികാല വിനോദങ്ങൾ. മകരക്കുയ്ത്തും ചിങ്ങക്കുയ്ത്തും നാടിന്റെ ഉത്സവങ്ങൾ. പത്രത്തിലും വല്ലപ്പോഴും സിനിമകളിലും മാത്രം കണ്ടിരുന്ന ക്രിക്കറ്റും ബാഡ്മിന്റനും സമ്പന്നവർഗത്തിന്റെ കളികൾ. മാവേലി തമ്പുരാന്റെ സ്വപ്നസുന്ദരമായ കേരളം പോലൊരു ഗ്രാമം കക്കോട്. കാലം കടന്നുപോയി. വൃക്ഷങ്ങൾ ഇലകൊഴിയുകയും തളിർക്കുകയും പൂക്കുകയും കായ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എല്ലാ ഗ്രാമങ്ങളിലും വികസനം വന്നുകൊണ്ടിരുന്നു. വൈകുന്നേരങ്ങളുടെ ഇടവേളകളിൽ കൂടിച്ചേരുന്നതിനോ ലോകകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനോ പൊതുവായ ഒരിടം ഇല്ലായിരുന്നു. അങ്ങനെയിരിക്കെ അന്നത്തെ ചെറുപ്പക്കാർ സംഘടിച്ച് കക്കോട് ജംഗ്ഷനിൽ ഒരു കടമുറി വാടകയ്ക്കെടുത്ത് ഒരു ക്ലബ്ബ് പ്രവർത്തനം ആരംഭിക്കുന്നു. വർഷങ്ങൾ കടന്നുപോയി. 95-96 കാലഘട്ടം. പുനലൂർ നഗരസഭയുടെ കീഴിൽ 28 വാർഡുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായി ഒരു വിളംബര ഘോഷയാത്ര പുറപ്പെടുവിപ്പിക്കുന്നു. വിപുലമായ ചർച്ചകൾക്കും വികസന സെമിനാറിനും ശേഷം പുനലൂർ നഗരസഭയുടെ സമഗ്ര വികസന രേഖയ്ക്ക് രൂപം നൽകി. ആ രേഖയുടെ അടിസ്ഥാനത്തിൽ നഗരസഭയുടെ 9ാം പഞ്ചവത്സര പദ്ധതി രേഖ തയ്യാറായി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ജനപങ്കാളിത്തത്തോടുകൂടി ഒരു പഞ്ചവത്സര പദ്ധതിക്ക് രൂപം നൽകി. സംസ്ഥാനത്തിന്റെ 9ാം പദ്ധതിയുടെ പദ്ധതി രേഖാ സമർപ്പണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന സമ്മേളനത്തിന് പുനലൂർ നഗരസഭ ആതിഥേയം വഹിച്ചു. നമ്മുടെ വികസന രേഖയും 9ാം പഞ്ചവത്സര രേഖയും ഇന്ത്യയുടെ ആസൂത്രണ ബോർഡ് കമ്മീഷൻ വൈസ് ചെയർമാൻ ഡോക്ടർ MR ശ്രീനിവാസൻ നഗരസഭാ ചെയർമാൻ D സുരേഷ് കുമാറിൽ നിന്നും ഏറ്റുവാങ്ങി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് 28 വാർഡുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് അതിവിപുലമായ ഒരു സാംസ്കാരിക ഘോഷയാത്ര നടത്തുകയുണ്ടായി. ആ ഘോഷയാത്രയിൽ നമ്മുടെ കക്കോട് വാർഡിന് 1ാം സ്ഥാനവും അതിന്റെ ഫലമായി 1 ലക്ഷം രൂപയും സമ്മാനവുമായി ലഭിക്കുകയുണ്ടായി. ഈ തുകയും നാട്ടുകാരിൽ നിന്ന് സമാഹരിച്ച രൂപ ഉൾപ്പെടെ 2 സെന്റ് സ്ഥലം വാങ്ങി പുനലൂർ നഗരസഭയ്ക്ക് കൈമാറുകയും അതിന്റെ ഫലമായി നമുക്ക് നമ്മുടെ ലൈബ്രറി കെട്ടിടത്തിന്റെ 1ാം നില പൂർത്തീകരിക്കുവാൻ സാധിച്ചു. അങ്ങനെ പടിപടിയായി നമ്മുടെ ലൈബ്രറിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് ഭാവിയിലേക്കുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. 1ാം സ്ഥാനം നേടുന്നവർക്കായി 1 ലക്ഷത്തിന്റെ പ്രോജക്റ്റ് നഗരസഭ ചെയ്തു കൊടുക്കും. ആവേശവും ആത്മവിശ്വാസവും കൈമുതലുള്ള കക്കോടത്തെ നല്ലവരായ ജനങ്ങൾ ആവേശത്തോടെ അണിനിരുന്നു. ലോകം വെട്ടിപ്പിടിക്കാൻ പോകുന്ന ചാവേറിന്റെ വീര്യവും ഒന്നും നഷ്ടപ്പെടുവാനില്ല എന്ന ആത്മധൈര്യവുമായി ആബാലവൃദ്ധ ജനങ്ങൾ ഘോഷയാത്രയിൽ പങ്കെടുക്കുവാൻ തയ്യാറായി. പിന്നെ രാവും പകലും അവർക്ക് മുന്നിൽ ഒന്നുമല്ലായിരുന്നു. ഉദിച്ചുയർന്ന സൂര്യന്റെ ഊഷ്മാവും ഊർജവും ചന്ദ്രനും താരങ്ങളും അവർക്ക് കൂട്ടായി. ഓരോരുത്തരും അവരുടേതായ രീതിയിൽ ഫ്ലോട്ടുകളും വിവിധ ഇനം കലാപരിപാടികളും സംഘടിപ്പിച്ചു. ദിവസങ്ങളും ആഴ്ചകളും നീണ്ട ഒരു പോരാട്ടം അവസാനം ആ സുദിനം വന്നെത്തി. പുനലൂർ നഗരസഭയുടെ കീഴിൽ 28 വാർഡുകൾ തമ്മിലുള്ള വാശിയേറിയ മത്സരം. 28 വാർഡുകൾ 1 ലക്ഷം രൂപയുടെ പ്രോജക്ട്. പുനലൂർ നഗരസഭ ഇതുവരെയും കാണാത്ത ആവേശ പോരാട്ടം. ആയിരക്കണക്കിന് ജനങ്ങളുടെ നടുവിലൂടെ ഓരോരോ ഘോഷയാത്രകൾ കടന്നുപോയി. വാർഡ് നമ്പർ 18 കക്കോട് എന്ന ബാനറിന് പിറകിലായി ഒരു ഗ്രാമം മുഴുവൻ അണിനിരുന്നു. ഘോഷയാത്ര പൂർത്തിയായി. ഇനി ഫലപ്രഖ്യാപനം. 3ാം സ്ഥാനം ഇല്ല, കക്കോടിനില്ല. ഇങ്ങും നിശബ്ദത. ഒരു ഗ്രാമത്തിന്റെ ഹൃദയമിടിപ്പുകൾ ഉയർന്നു തുടങ്ങി. 2ാം സ്ഥാനം ഫലം പ്രഖ്യാപിച്ചപ്പോഴും കക്കോടെന്ന പേരില്ല. കക്കോടിന്റെ ഹൃദയമിടിപ്പിന്റെ വേഗത കൂടി. തിങ്ങിക്കൂടിയ ആബാലവൃദ്ധം ജനങ്ങളും പരസ്പരം നോക്കി. പിന്നെ മാനത്തേക്കും. ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ ജനങ്ങളും പ്രാർത്ഥിച്ച നിമിഷങ്ങൾ. യുക്തിവാദികളും കമ്മ്യൂണിസ്റ്റുകാര് പോലും പരമകാരുണ്യവാനായ ദൈവത്തിന്റെ നേർക്ക് കൈകൂപ്പിയ നിമിഷങ്ങൾ. എല്ലാം നഷ്ടപ്പെടുന്നുവോ? ആഴ്ചകളോളം രാവിനെ പകലാക്കിയുള്ള അധ്വാനം ഒരു ചീട്ടുകൊട്ടാനം പോലെ തകരുന്നുവോ? എവിടെയും ഹൃദയമിടിപ്പിന്റെ ശബ്ദം മാത്രം.
ഒന്നാം സ്ഥാനം ഉച്ചഭാഷണിലൂടെ മുഴങ്ങിയ ആ നിമിഷം. ഒന്നാം സ്ഥാനം 18-ാം വാർഡ് കക്കോട്. ഒരു നിമിഷം ശ്വാസമെടുക്കാൻ പോലും കഴിയാതെ ഒരു ഗ്രാമം. ആർത്തലച്ചു വരുന്ന തിരമാലകൾ പാറക്കെട്ടിലടിച്ച് ചിതറം പോലെ ഒരാരവം. ഒരു ഗ്രാമം ഒരുമിച്ച് ആർത്തു വിളിച്ച ആ നിമിഷങ്ങൾ. അവിടെ കുരുന്നുകളെന്നോ വൃദ്ധരെന്നോ വ്യത്യാസമില്ലാതെ പരസ്പരം കെട്ടിപ്പിടിച്ചും അലറി വിളിച്ചും പൊട്ടിക്കരഞ്ഞും ആനന്ദ നൃത്തമാടിയ നിമിഷങ്ങൾ. ഒരു ഗ്രാമം ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു ദിവസം അതുമാത്രമായിരിക്കും തീർച്ച. ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഗ്രാമവും ഇത് തന്നെയായിരിക്കും. ആഘോഷത്തിന്റെ നാളുകൾ കഴിഞ്ഞു. ഇനി കിട്ടിയ സമ്മാനം എന്തു ചെയ്യണമെന്നായി. നാട്ടിലെ മുഴുവൻ ആൾക്കാരെയും സംഘടിപ്പിച്ച് ഒരു പൊതുയോഗം വിളിച്ചു ചേർത്തു. പൊതുയോഗത്തിൽ പലവിധ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. റോഡുകൾ ടാർ ചെയ്യണം, റോഡില്ലാത്ത സ്ഥലങ്ങളിൽ പുതിയ റോഡ് നിർമ്മിക്കണം, ലഭിക്കുന്ന തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കണം തുടങ്ങിയ പലവിധ അഭിപ്രായങ്ങൾ. ആ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ ആവശ്യപ്പെട്ടത് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഒരു വായനശാല ഉണ്ടാകണം എന്നതായിരുന്നു. പതിയെ പതിയെ എല്ലാവരും അതിനോട് യോജിച്ചു. അഭിപ്രായം നഗരസഭയെ അറിയിച്ചു. അപ്പോഴാണ് പുതിയ പ്രശ്നം. സ്വന്തമായി 2 സെന്റ് സ്ഥലമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ വായനശാലയ്ക്ക് കെട്ടിടം നിർമ്മിക്കാൻ കഴിയൂ. പിന്നെ അതിനായി ഗ്രാമം ജനകീയാസൂത്രണ സമിതിയുടെ കീഴിൽ 41ഓളം പേർ ചേർന്ന് 23,303 രൂപ പിരിക്കുകയും അതിൽ വസ്തുവിന്റെ വിലയായി 20,000 രൂപ നൽകുകയും ചെയ്തു. അങ്ങനെ 1998 ജൂലൈ 30-ാം തീയതി അന്നത്തെ നഗരസഭാ ചെയർമാൻ കൂടിയായിരുന്ന അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ വായനശാലയ്ക്ക് തറക്കല്ലിടുന്നു. 1998 സെപ്റ്റംബർ 20-ന് ഒരു ഗ്രാമത്തിന്റെ മോഹം പൂവണിയുകയാണ്. കക്കോടിന് സ്വന്തമായി ഒരു വായനശാല, പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം കക്കോട്. വാർഡ് കൗൺസിലർ ശ്രീമതി രാധാമണി വിജയാനന്ദ് രക്ഷാധികാരിയും ജി സുരേഷ് കുമാർ പ്രസിഡന്റായും NP അരവിന്ദാക്ഷൻ സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. ആദ്യ ലൈബ്രറിയൻ S നൌഷാദായിരുന്നു. വസ്തു വാങ്ങുന്നതിനായി 1000 രൂപ സംഭാവന നൽകിയ 15 അംഗങ്ങളെ വായനശാലയുടെ സ്ഥിരം അംഗങ്ങളുമാക്കി. തങ്ങളുടെ സ്വകാര്യ സ്വത്തായിരുന്ന പുസ്തകങ്ങൾ പലരും വായനശാലയ്ക്ക് വേണ്ടി സംഭാവന ചെയ്തു. മേശ, കസേര, റാക്ക് തുടങ്ങി പല ഉപകരണങ്ങളും സംഭാവന ചെയ്യാൻ നല്ലവരായ നാട്ടുകാരും രംഗത്തെത്തി. പിന്നീട് ഇങ്ങോട്ട് വായനശാലയുടെ വളർച്ച വളരെ വേഗത്തിലായിരുന്നു. ഇതിൽ പ്രസിഡന്റായിരുന്ന ജി സുരേഷ് കുമാർ ബാബുജാനന്റെയും സെക്രട്ടറിയായ NP അരവിന്ദാക്ഷന്റെയും പങ്ക് എടുത്തു പറയേണ്ടതാണ്. നാട്ടിലെ ഒരു വീട്ടിൽ നിന്നും ഒരാളെങ്കിലും വായനശാലയിൽ അംഗത്വമെടുക്കണമെന്ന പദ്ധതി വൻ വിജയകരമായി. തുടർന്ന് വായനശാലയിലേക്ക് കൂടുതൽ പുസ്തകങ്ങൾ എത്തിച്ചു. എല്ലാ തരത്തിലുമുള്ള പത്രങ്ങളും മാസികകളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും ബാലമാസികകളും വായനശാലയിൽ തുടക്കം മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. അങ്ങനെ 2000 ഫെബ്രുവരി 12, 13 തീയതികളിൽ വായനശാലയുടെ 1ാം വാർഷികം പ്രശസ്ത സിനിമാ താരം ജഗന്നാഥ വർമ്മ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറിയുടെ തന്നെ അനുബന്ധ സ്ഥാപനമായ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MP കൊടിക്കുന്നിൽ സുരേഷ് നിർവഹിച്ചു. 2006-ൽ നടന്ന 7ാമത് വാർഷികാഘോഷ പരിപാടിയിൽ തിരുവനന്തപുരം RCCയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സൗജന്യ ക്യാൻസർ പരിശോധനാ ക്യാമ്പ് ഈ വായനശാലയിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി. തുടർന്ന് നാട്ടിലെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ സംഘടിപ്പിച്ച് കാരണവർ സംഗമം എന്ന പരിപാടി നടത്തുകയും അവരെ വേദിയിൽ ആദരിക്കുകയും ചെയ്യുകയുണ്ടായി. അവർക്ക് വേണ്ടി സായാഹ്നം എന്ന പേരിൽ ഒരു സീനിയർ സിറ്റിസൺ ക്ലബ്ബ് ആരംഭിക്കുകയും ചെയ്തു. കുട്ടികളെ സംഘടിപ്പിച്ച് ശലഭസംഗമം എന്ന പേരിൽ ഒരു പരിപാടി അവതരിപ്പിക്കുകയും കുട്ടികൾക്കായി ശലഭസംഘം എന്ന പേരിൽ ഒരു ക്ലബ്ബ് രൂപീകരിക്കുകയും ചെയ്തു. അതുപോലെ വനിതകൾക്കായി വനിതാവേദി, കുമാരിമാർക്കായി കുമാരി സമിതി, ബാലന്മാർക്കായി ബാലവേദി എന്നിവയും രൂപീകരിച്ച് നല്ല രീതിയിൽ പ്രവർത്തനം നടന്നു പോകുന്നു. ഇതിനു പുറമെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ, കവിയരങ്ങുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ സംബന്ധമായ സെമിനാറുകൾ, വനിതകൾക്ക് വേണ്ടിയുള്ള തൊഴിൽ പഠന ക്ലാസുകൾ തുടങ്ങി ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ വായനശാലയുടെ കീഴിൽ നടത്തപ്പെടുകയുണ്ടായി. ഏറ്റവും ഒടുവിൽ വായനശാലയുടെ കീഴിൽ കഴിഞ്ഞ വർഷം നിർധനരായ 2 യുവതികൾക്ക് മംഗല്യഭാഗ്യം നൽകുവാനും ഈ വായനശാലയ്ക്ക് കഴിയുകയുണ്ടായി. ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായി നടന്ന ഘോഷയാത്രയിൽ ഏറ്റവും കൂടുതൽ വോട്ടണിനിരത്തുവാൻ എന്റെ നേതൃത്വത്തിൽ ബാലേന്ദ്രനെ മലക്ക് മനുഷ്യനാക്കി ചെമ്പൻ രാജുവിനെ കടുവാവേഷം കെട്ടാനും മുൻകൈയെടുത്ത് പ്രവർത്തിച്ചു. അതിൻ്റെ ഫലമായി നമ്മുടെ വാർഡിന് 1 ലക്ഷം രൂപ കിട്ടുകയും അത് അനുയോജ്യമായ കാര്യത്തിനെ അവർ തരുമെന്ന് പറഞ്ഞപ്പം ലൈബ്രറിയുടെ ആശയം കൊണ്ടുവരികയും ചെയ്തു. ലൈബ്രറിയുടെ 14ാമത് വാർഷികത്തിന് എൻ്റെ എല്ലാവിധമായ ആശംസകളും നേരുന്നു. എല്ലാത്തിനും സർവ്വ പിന്തുണയും സഹായ സഹകരണങ്ങളും നൽകിയ നല്ലവരായ നാട്ടുകാർക്ക് വായനശാലയുടെ അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇപ്പോൾ ഈ വായനശാലയ്ക്ക് A ഗ്രേഡ് പദവിയാണുള്ളത്.
വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമിടുന്നത് ഉന്നത പരീക്ഷാ വിജയം മാത്രമാകരുത്. നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും ഈ ലോകത്തെക്കുറിച്ച് അറിവ് വേണം. മനുഷ്യ മനസ്സുകളെ തിരിച്ചറിയാൻ കഴിയണം. വേദനിക്കുന്നവനെയും അഹങ്കരിക്കുന്നവനെയും തിരിച്ചറിയണം. നമ്മൾ നിൽക്കുന്ന മണ്ണിനെയും നാടിനെയും തിരിച്ചറിയാൻ കഴിയണം. എങ്കിൽ മാത്രമേ നമുക്കും ഒരു മനുഷ്യനാകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇനിയെങ്കിലും ചിന്തിക്കൂ. അറിവിന്റെ കൂമ്പാരം നിങ്ങളുടെ മുന്നിൽ തുറന്നു കിടക്കുമ്പോൾ നിങ്ങൾക്ക് നേടാൻ കഴിയാത്തത് നിങ്ങളുടെ കുട്ടികൾക്കായെങ്കിലും നേടിയെടുക്കുവാൻ ഈ വായനശാലയും ഇവിടുത്തെ പുസ്തകങ്ങളെയും സ്നേഹിക്കൂ. നല്ലൊരു നാളെ വാർത്തെടുക്കുന്നതിനും ഉണർന്ന് പ്രവർത്തിക്കുന്നതിനുമായി ഈ സരസ്വതി ക്ഷേത്രം എന്നും നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിടക്കും. നന്ദി, നമസ്കാരം.